യെസ്, ലോഡഡ്. അപ്പോൾ ഇന്നത്തെ വിശപ്പിന്റെ വിളി മാറ്റാനായിട്ട് ലോഡഡ് ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇന്ന് ശരിക്കും ഭയങ്കര ഒരു വിശപ്പിന്റെ ദിവസമായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു, ലഞ്ചൊക്കെ കഴിച്ചു, അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു ആ സമയത്ത്. പക്ഷെ പിന്നെ പിന്നെ വിശപ്പായി. അപ്പൊ നമ്മുടെ അത്യാവശ്യം ഒന്നും എന്താ പറയാ, നമുക്ക് പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് നമ്മുടെ മനസ്സൊന്ന് നിറയണം അല്ലെ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ലോഡഡ് ഐറ്റംസ് കഴിക്കാന്ന് തോന്നി. അപ്പോൾ എഗെയിൻ നമ്മുടെ കാക്കനാട് ചിറ്റേത്തുകരയില് ലോഡഡിന്റെ ഒരു ഷോപ്പ് ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഈ ലോഡഡ് ഐറ്റംസ് അവൈലബിൾ ആണ്. ഇതെനിക്ക് തോന്നുന്നത് ഈ ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് വാങ്ങുന്നത്. അപ്പം ഇത് അതിന് സ്പെഷ്യലൈസ് ചെയ്തതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ പാക്കിങ്. അപ്പോൾ നമ്മൾ വെജിറ്റബിളും ലോഡഡ് ഫ്രൈസ് വെജിറ്റബിൾ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ലോഡഡ് ഫ്രൈസ് വിത്ത് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് 2 പേർക്കും. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അല്ല, ഒരു കുഞ്ഞി പാക്കറ്റ് ആട്ടോ. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ സ്മോളും ഉണ്ട്, ഇതിന്റെ ലാർജും ഉണ്ട്. അപ്പൊ നമ്മൾ സ്മോൾ ആണ് നമ്മൾ ഇത് ചെയ്തേക്കണേ. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് കരുതി. പിന്നെ സാധാരണ ബില്ലുകളിൽ നമ്മുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ഇവരിൽ അത് കൊടുത്തിട്ടില്ല കേട്ടോ. റെസ്റ്റോറന്റിന്റെ ബില്ലിൽ അത് കൊടുത്തിട്ടില്ല. ഇവരുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഐറ്റം ഡിസ്ക്രിപ്ഷൻസ്. പ്രൈസ് വന്നേക്കുന്നത് ഞാൻ പറയാം കേട്ടോ. അത് നമുക്ക് കഴിച്ചിട്ട് ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് പറയാം. ഓപ്പൺ ചെയ്യാണേ. ഈ പാക്ക് നല്ല രസമുണ്ട്, കളർഫുൾ പാക്കേജിംഗ്, റെഡും യെല്ലോയും. പിന്നെ ഇവിടെ നല്ല രസം നോക്കി, ഇവിടെ കുറെ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ലോഡഡ് കൺസ്യൂം ഫുഡ് വിത്തിൻ 2 hours ഓഫ് ടൈം മെൻഷൻഡ് ഇൻ ദ സ്ലിപ്പ്. ഓക്കെ. എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ ഷോപ്പ് നമ്മുടെ അവിടെ നിന്ന് ഒരു 8 to 8.5 kilometers ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ഫാസ്റ്റ് ഡെലിവറി തന്നെയായിരുന്നു. ഐറ്റം എടുക്കാണ് കേട്ടോ. പോക്കുണ്ട്. ഇത് ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഒരു സ്ലിപ്പ് ഒട്ടിച്ചിട്ടില്ല. അപ്പൊ 2 ഐറ്റം ആണ് ഉള്ളത്. യെസ്, ഇവിടെ അവര് വെജിന്ന് പെന്നോണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഓക്കെയാണ്. ഇങ്ങനെ ഒരു നമുക്കൊരു വേർതിരിച്ചത് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ തരുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോ 2 വ്ലോഗ് ചെയ്തതിൽ അവര് സ്ലിപ്പായിട്ട് തന്നെ ഇവിടെ ആ ബില്ല് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് കൺവീനിയന്റ് ആണ്. ഞാനിപ്പോ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കായിരുന്നു, ഇതിപ്പോ ഇനിയിപ്പോ ഏതാ നമ്മള് ടേസ്റ്റ് ചെയ്യാ നോക്കിയിട്ട് നമുക്ക് അറിയില്ലല്ലോ വെജ് ആണോ നോൺ വെജ് ആണോ. പക്ഷെ വെജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഓക്കെയാണ് കേട്ടോ. കണ്ടെയ്നേഴ്സ് നമുക്ക് എന്തായാലും റീയൂസബിൾ ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ് അല്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പാക്കിങ്ങിന്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഹാൻഡ് വാഷ് ചെയ്തായിരുന്നു കേട്ടോ. ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഫോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കഴിക്കാം. വേറെ പിന്നെ പാത്രത്തിലേക്ക് മാറ്റുന്നില്ല, ഇതിൽ തന്നെ വെച്ചിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യം വെജ് നോക്കാം. ശരിക്കും ഇതിൽ വെക്കുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഹോട്ട്നെസ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ലുക്ക് സൂപ്പർ അല്ലേ, അടിപൊളി. എനിക്ക് തോന്നുന്നു നല്ല ചീസ് ഉണ്ട് ഇതില്. ഇങ്ങനെ കാണുമ്പോൾ നല്ല ചീസിയാണ് കേട്ടോ. നോക്കിയേ, നല്ല മഞ്ഞ കളറിൽ നല്ല ചീസിയാണ്. പിന്നെ അവര് പറഞ്ഞ പോലെ തന്നെ സ്പ്രിംഗ് ഓനിയൻസ് ഉണ്ട് ഇതില്. കണ്ടോ, ഈ ബ്ലാക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സ്പ്രിംഗ് ഓനിയൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ഇവര് പറയണ കുറെ ഐറ്റംസ് ഉണ്ട് ഇതിൽ. 5 ഡിഫറെന്റ് സോസ് ഉണ്ടെന്നാണ് പറയണേ. നമുക്ക് കഴിച്ചു നോക്കുമ്പോഴാ അതിന്റെ എന്താ പറയാ ടേസ്റ്റ് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കാണുമ്പോൾ എനിക്കൊരു ബ്ലാക്ക് കളറ്, അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കളറ് പോലെയൊക്കെ സോസ് ഇങ്ങനെ ഒഴിച്ചതായിട്ട് തോന്നുന്നുണ്ട്. 5 ഡിഫറെന്റ് സോസ് എന്നാ പറഞ്ഞാണ്. പിന്നെ ഒനിയൻസ് ഉണ്ട്, പിന്നെ ജാലപ്പാനോസ്. ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനത്തെ ഒരു ഐറ്റത്തിനെ പറ്റി കേൾക്കുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. സോ ചോപ്പ്ഡ് ജാലപ്പാനോസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ, ഇതൊക്കെയാണ് നമ്മുടെ ഇതിലെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ എന്തായാലും ലുക്ക് വൈസ് തന്നെ നമുക്ക് സൂപ്പറാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് വെജ് ഫ്രൈഡ് ആണ് കേട്ടോ. വെജ് ലോഡഡ് വിത്ത് ഫ്രൈസ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഇതാണ് ആ ഫ്രൈസ് എലമെന്റ്, ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഇതിൽ കേട്ടോ. അതെ, അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓ, നല്ല നല്ല ചീസിയാട്ടാ കാണുമ്പോ. പോയല്ലോ. ഇത് ചിക്കൻ അല്ലല്ലോ അല്ലേ, ഇത് വെജിനല്ലേ.
നല്ല ടേസ്റ്റ്. എനിക്ക് ചിക്കൻ കഴിക്കണ പോലെ തന്നെ തോന്നണേ. ഇത് വെജാന്ന് തോന്നണേ ഇല്ല. കുറച്ചും കൂടി എടുത്ത് കഴിക്കട്ടെ. അടിയിലൊക്കെ നോക്കിയേ, ചീസ് നോക്കിയേ. അടിയില് ചീസിൽ എന്തായാലും അവർ ഒട്ടും കുറവ് വെച്ചിട്ടില്ല കേട്ടോ. നല്ല ഉഷാറായിട്ട് തകൃതിയായിട്ട് ചീസൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി. ഇനി മറ്റേ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഒരുമിച്ച് കഴിച്ചു നോക്കട്ടെ. കുറച്ചധികം കഴിക്കേണ്ടി വരും. കിടു 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 ജിങ്കലാര ടേസ്റ്റ് എന്ന് പറയാം. എനിക്കിത് മനസ്സിലാവണില്ല, ഇത് വെജിറ്റബിൾ ആണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഇതാണ് ഇവര് ഫ്രൈഡ് എലമെന്റ് ആയിട്ട് ഇതിൽ ഇട്ടേക്കണേ. അതെന്താ ഐറ്റം എനിക്ക് മനസ്സിലാവണില്ല. ഈ ബ്രെഡിന്റെ എന്തെങ്കിലുമൊക്കെ എന്തോ ഫ്രൈ ചെയ്തിട്ടതാണോന്നും അറിയില്ല കേട്ടോ. അല്ല, അവര് ജലപ്പാനോസ് തന്നെയാണ് ഫ്രൈഡ് ആയിട്ട് ഇട്ടിട്ടെന്ന് ചോപ്പ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചീസി ജലപ്പാനോ പോപ്പേഴ്സ് ആൻഡ് ചോപ്പ്ഡ് സ്പ്രിംഗ് ഓനിയൻ ഫ്രഞ്ച് ഫ്രൈസ് ടോപ്പ്ഡ് വിത്ത് 5 ഡിഫറെന്റ് സോസ് ഫ്രൈഡ് ഓനിയൻ ഓക്കെ ചോപ്പ്ഡ് ജലപ്പാനോസ്. ഈ ഐറ്റം എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടാ. പക്ഷെ എന്തായാലും സംഭവം ടേസ്റ്റിയാണ്, കിടുവാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഒരു മിക്സ്ചർ ഓഫ് ഫീലിങ്സ് ആണ് ഇത് കഴിക്കുമ്പോൾ തോന്നണേ കേട്ടോ. ഭയങ്കര ഒരു മിക്സഡ് ഫ്ലേവേഴ്സ് ഓഫ് ഇമോഷനും ടേസ്റ്റും ആണ് ഇതെനിക്ക് കിട്ടണേ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ഇതിപ്പോ മൊത്തം ഞാൻ തിന്ന് തീർക്കുന്ന തോന്നണേ. ഇത് നിന്ന് തീർക്കട്ടെ ഞാൻ, എന്നിട്ട് ചിക്കൻ കഴിച്ചാൽ മതിയോ? അടിപൊളി കേട്ടോ, രക്ഷയില്ല. ഫ്രൈസും കൊള്ളാം, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും കൊള്ളാം കേട്ടോ. പിന്നെ അത് ഇതിൽ മിക്സ് ആക്കിയപ്പോ കുറച്ച് ക്രിസ്പിനെസ് കുറവാണ്. നമ്മള് ഡയറക്റ്റ് ആ ഷോപ്പിലൊക്കെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഹോട്ട്നെസ് കിട്ടും കേട്ടോ. ഇതിലിപ്പോ ഇത്ര വന്നപ്പോ അത്രയ്ക്കും ഹോട്ട്നെസ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു കാരണം ഇത് ഓൾറെഡി ടേസ്റ്റിയാണ്. കുറച്ച് ചൂടും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളി ആയേനെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണേ. സംഭവം കിടുവാണ് കേട്ടോ. ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഒരെണ്ണം കൂടി കഴിച്ചിട്ട് അവസാനിപ്പിക്കാം. സോസും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ടേസ്റ്റ് വരുന്നില്ല. ഈ ചീസിൽ അത് മുങ്ങിയിട്ടേ എല്ലാം കൂടി നല്ല ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫീലാ കിട്ടണേ. സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ വെച്ചത് കഴിച്ചോണ്ടേയിരിക്കും. ഇത് തീർക്കും അവസാനം. ഞാൻ മാറ്റി വെക്കാണ് കേട്ടോ. അടിപൊളി. ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. കാരണം ഈ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ മൗത്തിലുണ്ട്, വയലുണ്ട്. ഇപ്പൊ ചീസും എല്ലാം കൂടിയിട്ട്. അപ്പം കുറച്ച് വെള്ളം കുടിക്കട്ടെ, എന്നാലാ ഈ ചിക്കൻ്റെ ഒത്തന്റിക് ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ വെള്ളം കുടിച്ചിട്ട് വരാം. അടിപൊളി സാധനം, കഴിച്ചു നോക്കിയേ. അപ്പൊ വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി ചിക്കൻ, ഞാൻ കാത്തിരുന്ന എന്റെ ഐറ്റം ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ നമ്മള് ഇനി കഴിക്കാൻ പോണേ. ഇതിന്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹോട്ട്നെസ് കുറവാണ് കേട്ടോ. വാവ്, കാണുമ്പോ തന്നെ ഇതെല്ലാം കൂടി അങ്ങനെ എടുത്ത് കഴിക്കാനേ തോന്നും. പറഞ്ഞ പോലെ തന്നെ, അവര് പറഞ്ഞ പോലെ തന്നെ കണ്ടോ, നല്ല ചീസിയാണ്. ഇങ്ങനെ ആക്കാം നമുക്ക്. അപ്പൊ ചീസിയാണ്. പിന്നെ ഇതില് എന്താണ്, ഹൗസ് മായോ ഉണ്ട്. ബാർബിക്യൂ സോസ് ആണ് യൂസ് ചെയ്തേക്കണേ കേട്ടോ. ബാർബിക്യൂ സോസ് ആണ്. ഹണി മസ്റ്റാർഡ്, കെച്ചപ്പ് ഉണ്ട്, ജലപ്പനോസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് ഓനിയൻസ് ഉണ്ട്. പച്ച കളറിൽ കണ്ടോ, സ്പ്രിംഗ് ഓനിയൻസ് ഉണ്ട്. പിന്നെ നല്ല ക്രിസ്പി ചിക്കൻ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഫ്രൈഡ് ആണ് ഈ ചിക്കൻ കേട്ടോ. എനിക്ക് തോന്നേ കുറച്ചും കൂടി നമ്മൾ ഈ ഓവനിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ചിക്കൻ പീസ് കേട്ടോ. ഞാനിത് ട്രൈ ചെയ്യാണ്. ജസ്റ്റ് ചിക്കൻ ആദ്യം കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. ഇത് ശരിക്കും ഈ സോസിന്റെ ഇടയിൽ കൂടിയും ഈ ചീസും ഒക്കെ എടുത്ത് കഴിക്കണം കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല മയോ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ മയോണൈസും അതുപോലെ തന്നെ ചീസും ഒക്കെ കൂടി കഴിച്ചാ
ചെറിയൊരു സോർനെസ്സും വരുന്നുണ്ട് കേട്ടോ. അത് സോസിന്റെ ആയിരിക്കാം. നല്ല രസമുണ്ട്. ബാർബിക്യൂ സോസസ് ആണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞേക്കണം കേട്ടോ. അടിപൊളിയുണ്ട്. മാക്സിമം നമുക്ക് ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇപ്പോൾ ഈവൻ നൈറ്റ് ടൈം ആയാലും കുഴപ്പമില്ല, നമുക്ക് ഒരു നേരത്തെ ഒരു ഫുഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കരുതാം. ഞാനൊരു സ്നാക്സ് പോലെ കഴിക്കാം എന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചേട്ടോ. പക്ഷെ ഇത് ശരിക്കും നമുക്ക് വയറ് നിറയും, മനസ്സും നമ്മുടെ നിറയും. ഒന്നും പറയാനില്ല, ഇതും അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയി ശരിക്കും. കാരണം വെജ് ചിക്കണും തമ്മിലേ, കാരണം നമുക്കറിയാലോ ചിക്കൻ കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് വ്യത്യാസവും സാധാരണ വെജ് കഴിക്കുമ്പോഴുള്ളതും വ്യത്യാസം. പക്ഷെ ഇത് ഒന്നിനൊന്ന് കിടപിടിച്ച് നിൽക്കാന്ന് പറയില്ല, അതുപോലെ ഉണ്ട് രണ്ടും. നല്ല സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ. വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഒട്ടും വിഷമം വരില്ല, അതുപോലെ ഉണ്ട്. എല്ലാം നല്ല രസത്തില് ആ ഒരു ക്രിസ്പിനെസ്സും എല്ലാം നമുക്ക്, എന്നാൽ ഓവർ സ്പൈസിയും അല്ല. രണ്ടിലും ക്വാണ്ടിറ്റി ചീസ് ഉണ്ട്, നന്നായിട്ട് മയോണൈസ് ഉണ്ട്, സ്പ്രിംഗ് ഓനിയൻസ് ഉണ്ട്, എല്ലാം നന്നായിട്ട് അവർ ചേർത്തിട്ടുണ്ട്. ചിക്കനും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതാണ് കുറച്ചും കൂടി ഒന്ന് ഹോട്ട്നെസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കുറച്ചും കൂടി. ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ മിക്സഡ് ആണ് കേട്ടോ ഇതില്. അതും ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വളരെ നല്ല ക്രിസ്പാണ്, എല്ലാം നല്ല ക്രഞ്ചി ഫീലിംഗ് ഉണ്ട്. അടിയിൽ നിൽക്കാണ്ടില്ലേ കുറേ ചീസ് ഉണ്ട്, മയോയും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്നിനൊരു പിശുക്ക് അവർ കാണിച്ചിട്ടില്ല. അടിപൊളിയായിട്ട്, കാരണം ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യാൻ പാകം വിധത്തിൽ അടിപൊളിയായിട്ട് നോക്കിയേ, ഇവിടെയൊക്കെ നോക്കിയേ ചീസ് കിടക്കണേ, അത്രയുണ്ട് മയോയും ചീസൊക്കെ കേട്ടോ. അപ്പം സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കോംബോയാണ് ഈ ഒരു ലോഡഡ്. എന്തായാലും നമ്മുടെ മനസ്സ് നന്നായിട്ട് ലോഡഡായി. പക്ഷെ എന്തോ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യും ഈ ഒരു ലോഡഡ് കഴിക്കുമ്പോൾ, അത് ഉറപ്പാണ് കേട്ടോ. ഇതിനിപ്പം നമ്മൾ രണ്ടും സ്മോൾ ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കണേ. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര വെറുത്താണ്. ഞാൻ ആദ്യം വിചാരിച്ചു ചെറിയൊരു പാക്കറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. കാരണം അതിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ലാർജും ഓർഡർ ചെയ്യാം, സ്മോളും ഓർഡർ ചെയ്യാം. ലാർജിന് അഗെയിൻ ഒരു എക്സ്ട്രാ 75 rupees ആണ് വരുന്നത്. ഇത് 125 തന്നെയാണ് കേട്ടോ രണ്ടിനും കൂടി വരുന്ന പ്രൈസ്. പിന്നെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള എമൗണ്ട്, നിങ്ങൾക്ക് ലാർജ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 75 rupees ആവും അതിനോടൊപ്പം തന്നെ. അത് കൂടാതെ നമുക്ക് വന്നിരിക്കുന്ന ചാർജ് എന്ന് പറയണത് 125 + 125 250 ആണ്. ഐറ്റം ടോട്ടൽ രണ്ടും 250. പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് ആൻഡ് പാക്കിംഗ് ₹6 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഫീ ഒരു 14.99, ടാക്സസ് GST എല്ലാം കൂടി ഒരു 12.80. സോ നമ്മുടെ ടോട്ടൽ നമ്മൾ ഇന്നത്തെ ലോഡഡ് നമ്മളിന്ന് കൈക്കലാക്കിയത് 284 rupeesനാണ്, 284 രൂപ. അടിപൊളിയാണ്. നമ്മുടെ പൈസ, നമ്മൾ കൊടുത്ത പൈസക്ക് ഇത് ഭയങ്കര വെർത്താണ് കേട്ടോ. നമുക്ക് സുഖമായിട്ട്, എനിക്ക് തോന്നുന്നു ഇതൊരു 2-3 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഒരെണ്ണം തന്നെ 2 പേർക്ക് കഴിക്കാം, അത്രയുണ്ട്. അപ്പം അടിപൊളി ഒരു കിഡിലൻ ജിങ്കലാല ഐറ്റം ആണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളോട് പറയണം കേട്ടോ. നിങ്ങളുടെ ഒരു ടേസ്റ്റ് എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നി, ഈ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം. എനിക്ക് അടിപൊളിയായിട്ട് കിഡുമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം എല്ലാം നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് എന്താ പറയാ, ഒരു കോംബോ ഓഫ് ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ ആണ് അവർ നമുക്ക് തരണേ. അപ്പം കിഡുവാണ്, ഇനി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എൻജോയ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ജിങ്കലാല. ജിങ്ക ലാല.